ഇതിപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ, ഡോം കേട്ടോ. ഇതും കുറച്ചൊക്കെ പ്രൈവസി ഉണ്ട്, ശരിയാണ്. പക്ഷേ ഇത് കണ്ടാലേ മെട്രോ ആണെന്ന് തോന്നും, പക്ഷേ ബസ്സാണ്. ചെറിയ എന്ന് വെച്ചാൽ 2 ബോഗി മാത്രമല്ല, ചെറിയ ബസ്. ഞാൻ റൂമിലെത്തി, ഇനി രാത്രി ഇറങ്ങാം. ഞാൻ കുറച്ച് പലഹാരം വാങ്ങിക്കിട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ. വൈകും കേട്ടോ, കുറേ കാലം കഴിയുന്നേരം നല്ല ഇത് കിട്ടും, നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും. ഇൻഡോനേഷ്യയിൽ ഇങ്ങനെ പോയി നിന്നതും ക്യാപ്സ്യൂളിൽ കിടന്നതും എല്ലാം. എൻ്റെ അമ്മേ, ഇതിൽ കയറാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. അമ്മേ, ഫൈബറാണ് സാധനത്ത് ഫുള്ളും. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊന്നുമല്ല, ഫുള്ള് ഫൈബറാണ്. അപ്പോൾ ലൈറ്റ് മാറ്റി ഞാൻ കാണിച്ചു തന്നില്ല ഇതിനു മുമ്പ്. രാത്രിയായി, ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കണം. പിന്നെ രാത്രി ഒന്ന് പള്ളിയിൽ പോകാമെന്ന് വെച്ച്. ചിലപ്പോൾ പള്ളിയിൽ നിന്ന് ഫുഡ് കിട്ടുകയാണെങ്കിൽ ഒരു 5,000 മതിയാവും. പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ 15,000 വേണം. എന്തായാലും നമ്മൾ നോക്കാം. എൻ്റെ ഹോസ്റ്റലിലെത്തി നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടോ. ഇവിടെ ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ ഗ്ലാസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഇത് വാങ്ങിച്ചിട്ടുണ്ടാവും, കോഫി അല്ലെങ്കിൽ ഷുഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും എടുത്ത് യൂസ് ചെയ്തിന്, അപ്പോൾ വലിയ സീനാക്കണ്ട. പിന്നെ വാഷ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. എനിക്ക് ഇതിൻ്റെ കൂടെ കുടിക്കാൻ വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അയ്യോ, ഫുഡ് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്താ വാങ്ങിയെന്ന് ഓഫർ. അപ്പോൾ ഇതാണെന്ന് ഫുഡ് കഴിക്കാനുള്ളത്. ഇതിൽ മൊത്തം കടിയായിട്ടുള്ളൂ. എന്ത് കടിയാണെന്ന് വെച്ചാൽ പഴംപൊരി, അതുപോലെ എഗ് ഡ്രൈ എന്തോ ഒരു സംഭവമുണ്ട്, അതും പിന്നെ വെള്ളമുണ്ട്, പിന്നെ ചോകബാറല്ല, ഇത് മുമ്പ് വേറെ എന്തൊരു സാധനമാണ്, ബനാന ക്രിസ്പി അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വെറും ഐസല്ല, ഏകദേശം ഒരു ബിസ്ക്കറ്റ് ടൈപ്പിലാണിത് ഉണ്ടാക്കി. ഒരു പഴം കഴിക്കുന്ന ഫീലുണ്ട്. പഴം പാമ്പൂരി വേണോ? വീറ്റ കുറച്ചെണ്ണം വാങ്ങിക്കിട്ടോ, ഒരു 8 പോലെ. ചെറുതാണ്, 8 പോലെ, ഏകദേശം ഒരു 10,000 അത്രയായി. അപ്പോൾ ഇന്ന് ഇവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ റൂമിൽ നിന്ന് ഞാൻ ഇന്ന് വെക്കേറ്റ് ചെയ്തു. ഏകദേശം ഞാനിപ്പോൾ 3 ദിവസം ഇവിടെ താമസിച്ചു. ഇനിയിപ്പോൾ അടുത്തത് വേറൊരു ലൊക്കേഷൻ നോക്കി പോവുകയാണ്. കാര്യം എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാര്യം പെട്ടെന്ന് വേറെ ആരൊക്കെ ബുക്ക് ചെയ്തു, കുറേ ബുക്ക് ചെയ്തപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ലൊക്കേഷനിലൂടെ ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ബസ്സിൽ പോവാം കേട്ടോ. ഏകദേശം 3 ബസ് മാറി കയറണം കേട്ടോ. അപ്പോൾ ഈ ഫോണിൽ ഇൻ്റർനെറ്റ് ഇല്ല, ഞാൻ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എനിക്കിത് അവിടം വരെ യൂസ് ചെയ്യാം. 3 സ്റ്റോപ്പ് മാറി കയറണം. പ്രൈസ് കുറവാണ്. പ്രൈസ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 10 കിലോമീറ്റർ ആണെങ്കിലും 1 കിലോമീറ്റർ ആണെങ്കിലും ഒക്കെ ഏകദേശം 3500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. നാട്ടിലെ 20 രൂപ, 15-20 രൂപ. ഇത് കണക്റ്റിംഗ് സ്റ്റേഷനാട്ടോ, പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. വലിയ സ്റ്റേഷനാണെങ്കിൽ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക. നമ്മുടെ ബസ് വരുന്നുണ്ട്, ഇത് വേറെ കയറാൻ പറ്റില്ല, കയറാം. കുറേ ബസ് അപ്പുറത്ത് ക്യൂ ആട്ടോ. അത്ര ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ ബസ് സ്റ്റേഷനിൽ കുറച്ച് വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു, അതാണ്. പിന്നെ ഞാനിപ്പോൾ ഹോസ്റ്റലിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. 2 കിലോമീറ്റർ. അപ്പോൾ നടക്കന്നെ, വേറെന്താ. പിന്നെ ഇത് കുറേ മാറിപ്പോയി കേട്ടോ. ഇന്തോനേഷ്യ ആണ്, ജക്കാർത്താണ് ഇവിടുത്തെ ക്യാപിറ്റലാണ്, പക്ഷേ കുറേ മാറിപ്പോയി. ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടാണ്. ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു സിറ്റി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗുജറാത്ത് സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറില്ലേ, എനിക്ക് ഫീൽ ചെയ്ത് അതാട്ടോ. അതുപോലത്തെ ഒരു പഠിച്ചോനെ, ഇന്തോനേഷ്യ കുറേ മാറിപ്പോകുന്നുണ്ട് കേട്ടോ ഈ ഏരിയ കൂടെ വരുന്നവരോ. കുറച്ച് റിച്ച് സ്ഥലത്തെത്തി കിട്ടോ. വലിയ വലിയ ഫ്ലാറ്റൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇടം വായിക്കുക നമ്മുടെ ഡോർമെറ്റ്. ഇത് ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു ബ്രാൻഡാണ് തോന്നുന്നത്, റെഡ് ഡോർസ്.
കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഫോണ് റേഞ്ചില്ലായിട്ട് ഞാൻ ഇന്ന് പുറത്തേക്ക് പോയാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ കുറച്ച് എക്സ്പെൻസ് കുറവ്. 3 രൂപയെ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ, ഡോമട്ടോ. ഇതും കുറച്ചൊക്കെ പ്രൈവസി ഉണ്ട് ശരിയാണ്, പക്ഷേ ഫുള്ളില്ല. പിന്നെ നമുക്കിവിടെ കീ ഒന്നും ഇതില്ല, മറ്റേ കാർഡൊന്നുമില്ല, ജസ്റ്റ് ഒരു കീ ആണ്. ലോക്കറുണ്ട്, ബാഗ് ലോക്കറുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് ലോക്ക് ചെയ്ത് പോവാം ബാഗൊക്കെ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ. എൻ്റെ പിന്നെ ചെറിയൊരു ബാഗേ ഉള്ളൂ, അത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ടെടുക്കും. പിന്നെ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂമിന് കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്, നല്ല വൃത്തിയുണ്ട്. കുടിക്കാനും അതുപോലെ ബാക്കിയുള്ള കാര്യത്തിനും ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയൊരു മൈനസ് അല്ല എന്താ അറിയോ, ഇതിൽ ചാർജ് ചെയ്യുന്ന സ്ഥലം അത് ഇടങ്ങാറാണ്. കാര്യം ഉണ്ടല്ലേ, ഇങ്ങനെയാണല്ലേ ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്ലോട്ട് ചെയ്യാൻ എന്തായാലും പറ്റൂല. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചാർജ് ചെയ്യാൻ. നമ്മളൊന്ന് അല്ലെങ്കിൽ ഈ ഒരു 3 പിന്ന് പോയി വാങ്ങിക്കൊണ്ട് വരണം, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ലോണം ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അടുത്തതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പോരാ. 150 രൂപയുടെ കുറവ് നല്ലോണം ഉണ്ട് ഇവിടെ. അപ്പോൾ സമയം 4 മണിയായി. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് കഴിച്ചതാണ്. പിന്നെ എൻ്റെ കൂടെ ചെറിയൊരു വെള്ളം കുടിച്ചിരുന്നു. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കാൻ വേണ്ടി. പിന്നെ ഇത് വേറെ ലൊക്കേഷനാട്ടോ, ഇവിടെ ഹോട്ടൽസ് ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് തപ്പി പിടിക്കണം. കുറച്ചൊരു ടൗൺ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ നമ്മളെ ഹൈലൈറ്റ് മാളില്ലേ അതുപോലത്തെ ഒരു ഏരിയ എന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ഫ്രണ്ട്ലി ആട്ടോ. പിന്നെ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വിയറ്റ്നാമിൽ കിട്ടിയ ആ ഒരു സംഭവം എന്തായാലും ഇവിടെ കിട്ടിയിട്ടില്ല. വിയറ്റ്നാമിലോട്ട് പോയതും അതുപോലെ അവിടുന്ന് വന്നതും ബസ് പക്ക അബദ്ധമായിരുന്നു. പക്ഷേ അവിടുത്തെ ആളുകൾ ഓക്കെയാണ്, പെർഫെക്റ്റാണ്. പക്ഷേ ഇവിടുത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ അത്രത്തോളം അങ്ങോട്ടേക്ക് ഇതായില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ വില ഓക്കെയാണ്, വലിയ സീനൊന്നുമില്ല. പിന്നെ ഇവിടെ ബർഗർ കിങ് ഉണ്ട്, അതുപോലെ സ്റ്റാർബക്സ് ഉണ്ട്, അങ്ങനെയുള്ള ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം നമ്മുടെ നാട്ടിലെ ഹൈലൈറ്റ് മാൾ എന്താണോ അതുപോലത്തെ ഒരു ഇതാണ്. കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ. ഇത് മാളാന്ന് തോന്നുന്നു കേട്ടോ, നമുക്കൊന്ന് കയറി വെക്കാം. അതിൻ്റെ ഗേറ്റ് കണ്ടില്ല പുറത്തുണ്ട്. ഇത് ചെറിയൊരു ലുലു മാൾ പോലത്തെ ഒരു സെറ്റപ്പാട്ടോ, ചെറുതാണ്. പക്ഷെ എനിക്ക് ഒബ്രോൺ മാളാണ് ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒന്ന് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ പോവാണ്. ഉച്ചക്കൻ കഴിച്ചാലല്ലോ, അപ്പോൾ അതിനെക്കൊണ്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കാമെന്ന് വെച്ചാൽ. ഇവിടെ വില കുറവാണ് കേട്ടോ ഫ്രൈഡ് ചിക്കന്. ഇത് പുറത്താണ്, ഇപ്പോൾ പുറത്തേ ഇതില്ല, മറ്റേ ഫ്രൈഡ് ചിക്കൻ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബർഗർ ലോഞ്ച് തന്നെ കേട്ടോ ഉള്ളത്. ഇപ്പോൾ ഇവിടെ വലിയ പ്രൈസിൽ വലിയ മാറ്റമൊന്നുമില്ല, ജസ്റ്റ് ഒരു 5,000 6,000 ആ റേഞ്ചിൽ മാറ്റമുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടുത്തെ പൈസ കേട്ടോ. എന്ന് വെച്ചാൽ നാട്ടിലെ ഒരു 284 രൂപക്കാണ് ഞാനിവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്തത്. പുറത്താണെങ്കിൽ ഏകദേശം 200 റുപ്പീസ് എന്തായാലും ആവും. ബർഗറായിട്ട് ചിക്കൻ അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ അത് റൈസാന്ന് തോന്നുന്നു. എങ്ങനെ കഴിക്കാമെന്നൊരു പിടുത്തമില്ല. എന്നൊന്ന് നോക്കി ഒരുപാട് കഴിക്കും. കഴിഞ്ഞു. സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു കഴിച്ച ഫുഡും കൊടുത്ത പൈസയും ഈക്വലായില്ല. നെഗറ്റീവാക്കി പറയല്ല കേട്ടോ, ഉള്ളത് പറയാണ്. കാര്യം ഞാനിപ്പോൾ ഉള്ളത് ആൽഫമാർട്ടിലാട്ടോ. ഇത് ജക്കാത്തയിലുള്ള ഒരു ഫേമസ് മാർട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഞാൻ നേരത്തെ കഴിച്ച ഫുഡില്ലേ, അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലേ എന്താണെന്ന്. ഏകദേശം 50,000 അതിന് പ്രൈസ് വന്നിട്ടുണ്ട്. 55,000 ഏകദേശം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എത്ര വരും? നിങ്ങൾ കണ്ടല്ലേ എന്താ ഉള്ളതെന്ന്. പക്ഷേ ഇതേ സാധനം നമുക്ക് ഇവിടെ കിട്ടും. സെയിം ഫ്രൈഡ് ചിക്കൻ ഇവിടെയും കിട്ടും. ഇവിടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിന് നേരെ പകുതി പൈസ ആവുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഫ്രൈഡ് ചിക്കൻ ഏകദേശം 12,000 ആ റേഞ്ചിലേ ആവുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ ഏകദേശം എത്ര വരും?
50 അല്ല, ഒരു 55 അത്രേ ആവുന്നുള്ളൂ. അതിപ്പോൾ പുറത്ത് തട്ടുകട വെക്കുന്നില്ലേ, അവരെ എടുത്ത് വരെ ഏകദേശം 15,000 ഒക്കെ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നാട്ടിലെ 65 റുപ്പീസ് അത്രയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ സോഫയൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിയൊക്കെ ചെയ്യാം. ഓ നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഞാൻ വാങ്ങിയ ഫ്രൈഡ് ചിക്കൻ കേട്ടോ. നേരത്തെ തിന്നിട്ട് വിഷമം അറിയില്ല, നല്ല പൈസയും കൊടുത്ത്. പക്ഷേ ഇതിന് പ്രൈസ് കുറവാണ്. ഇതിന് ഏകദേശം 150 രൂപയുള്ളൂ നാട്ടിലത്തെ. എന്ന് വെച്ചാൽ ഇവിടുത്തെ 30,000 രൂപ. പ്ലസ് ഇതിൻ്റെ കൂടെ ഒരു ഇതും ഉണ്ട് കേട്ടോ, സ്പ്രൈറ്റും ഉണ്ട്. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് കേട്ടോ ഭയങ്കര ലാഭം.